നമസ്കാരം. കൊച്ചിയിൽ അറസ്റ്റിലായ ഗുണ്ട നേതാവ് ഓം പ്രകാശ് ഹോട്ടലിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ചെന്ന സംശയത്തിനിടെ ഓം പ്രകാശിനെ കാണാനായി ചില യുവതാരങ്ങൾ എത്തിയെന്ന വാർത്ത വന്നതിൻ്റെ ഞെട്ടലിലാണ് മലയാള ചലച്ചിത്ര ലോകം. പഞ്ചനക്ഷത്ര ഹോട്ടലായ 7 സ്റ്റാറിൽ നിന്നും സിനിമാ താരങ്ങളുടെ അടക്കം വിവരങ്ങളും CCTV ദൃശ്യങ്ങളും മരട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ലഹരി ഇടപാടുകൾ നടക്കുന്ന ഈ ഹോട്ടൽ മുറിയിലേക്ക് എന്തിന് ഇത്രയും പേരെത്തി എന്നതിനാലാണ് അന്വേഷണം നടക്കുന്നത്. ഇവരെ വിളിച്ച് മൊഴിയെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെയുണ്ടായ ലൈംഗിക അതിക്രമ കേസുകളിലും വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് മലയാള സിനിമയെ പിടിച്ചുലച്ച് ഓം പ്രകാശിൻ്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും പുറത്തു വരുന്നത്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശമുണ്ടായിരുന്നു. പല താരങ്ങൾക്കെതിരെയും ലഹരി ഉപയോഗിച്ചുവെന്ന ആരോപണവുമുണ്ട്. ചിലർക്കെതിരെ കേസുകളുമുണ്ട്. FIRൽ പേരുള്ള നടൻ ശ്രീനാഥ് ഭാസി കൊച്ചിയിലുണ്ടെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പ്രയാഗ മാർട്ടിൻ എവിടെയാണെന്നതിൽ വ്യക്തതയില്ലെന്നാണ് വിവരം. മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഓം പ്രകാശിനെയും കൂട്ടാളിയും കൊല്ലത്തെ മരട് വ്യവസായിയുമായ ഷിഹാസിനെയും പോലീസ് പിടികൂടുന്നത്. ലഹരി മരുന്ന് ഇടപാട് നടത്തിയെന്ന കണ്ടെത്തലായിരുന്നു ഇരുവരെയും പിടികൂടിയത്. കൊക്കൈനും 8 ലിറ്ററോളം മദ്യവും ഇവരിൽ നിന്നും കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചലച്ചിത്ര താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെ 20ഓളം പേർ ഇവർ ഹോട്ടലിൽ എടുത്തിരുന്ന 3 മുറികളിൽ സന്ദർശനം നടത്തിയിരുന്നതായി വ്യക്തമായത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൊക്കൈൻ അടക്കമുള്ള ലഹരിമരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഓം പ്രകാശ് താമസിച്ച മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനാൽ തന്നെ പോലീസ് എത്തുന്നതിന് മുമ്പ് ഹോട്ടൽ മുറിയിൽ സിനിമാ താരങ്ങളടക്കം പങ്കെടുത്ത ലഹരി പാർട്ടി നടന്നതായിട്ടാണ് സംശയം. ഓം പ്രകാശിനെ കാണാനെത്തിയ സിനിമാ താരങ്ങളിൽ 2 പേർ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരടക്കം 20ഓളം പേർ കഴിഞ്ഞ ദിവസം ഓം പ്രകാശിന്റെ മുറിയിലെത്തിയിരുന്നു. പോലീസ് നിരീക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കിയ ഓം പ്രകാശ് സ്വന്തം പേരിലായിരുന്നില്ല റൂമുകൾ ബുക്ക് ചെയ്തത്. ആകെ 3 മുറികളാണ് ഓം പ്രകാശ് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്നതെന്നും പോലീസ് പറഞ്ഞു. ബോബി ചലപതി എന്നയാളാണ് ഇവർക്കായി റൂമുകൾ ബുക്ക് ചെയ്തത്. ഇയാളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ എന്നീ ചലച്ചിത്ര താരങ്ങളും ബൈജു, അനൂപ്, ഡോൺ ലൂയിസ്, അരുൺ, അലൂഷ്യ, സ്നേഹ, ടിപ്സൺ, ശ്രീദേവി, രൂപ, പപ്പി തുടങ്ങിയവരാണ് ഹോട്ടൽ റൂമുകളിൽ ഓം പ്രകാശിനെ കാണുന്നതിനായി എത്തിയതെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊച്ചിയിൽ ഇന്നലെ DJ അലൻ വാക്കറിന്റെ ഷോ ഉണ്ടായിരുന്നു. ഈ DJ പാർട്ടിയിലേക്ക് അടക്കം ലഹരിമരുന്ന് എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഓം പ്രകാശിന്റെ മുറിയിൽ നിന്നും കൊക്കൈൻ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ലഹരി ഉപയോഗിച്ചത് ഓം പ്രകാശ് ആണെന്ന് തെളിഞ്ഞിട്ടില്ല. ഇത് പരിഗണിച്ചായിരുന്നു ഇന്ന് കോടതി ഓം പ്രകാശിന് ജാമ്യം നൽകിയത്. താരങ്ങൾ എന്തിനെത്തി എന്നറിയാൻ ചോദ്യം ചെയ്യണമെന്നും പ്രതികളായ ഷിഹാസിനെയും ഓം പ്രകാശിനെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല. വിദേശത്ത് നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു പ്രതികളെന്നാണ് വിവരം. ഇവർ ബുക്ക് ചെയ്ത മുറിയിലും അടുത്തുള്ള 2 മുറികളിലുമായിട്ടാണ് അന്വേഷണം നടന്നത്. പ്രതികൾ കൊക്കൈൻ സംഭരിച്ച് DJ പാർട്ടിയിൽ വിതരണം ചെയ്യാനുള്ള നീക്കമായിരുന്നുവെന്ന് മനസ്സിലാക്കിയതായും പോലീസ് അറിയിച്ചു. വിദേശത്ത് നിന്നടക്കം കൊക്കൈൻ കൊണ്ടുവന്ന് ഇവർ എറണാകുളത്തും മറ്റ് ജില്ലകളിലും DJ പാർട്ടികളിൽ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. ഓം പ്രകാശ് പലതവണ കൊച്ചി നഗരത്തിൽ എത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തവണയും ഹോട്ടലിൽ മുറിയെടുത്തിരുന്നത് സ്വന്തം പേരിലായിരുന്നില്ല. ഓം പ്രകാശും ഷിഹാസും താമസിച്ചിരുന്ന മുറികളിൽ ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പോലീസ് നൽകുന്ന സൂചന. മുറികളിൽ നിരവധി പേർ എത്തിയ പശ്ചാത്തലത്തിൽ ലഹരി പാർട്ടിയാണോ ഇവിടെ നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെട്ട ലഹരി കേസിൽ പിടിയിലായ കുറ്റവാളി ഓം പ്രകാശ് ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വിദേശത്ത് നിന്നും മയക്കുമരുന്ന് കൊണ്ടുവന്ന് DJ പാർട്ടികളിൽ വിതരണം ചെയ്യുന്നവരാണ് ഓം പ്രകാശും കൂട്ടാളികളുമെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നു. അതേസമയം തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ഓം പ്രകാശിന് നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്.